അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ് കേട്ടോ. കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂംസാണ്. ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. 4 സൈഡും കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള ദൂരമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ചുറ്റും നമുക്ക് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഫുൾ ഇലക്ട്രിക് വർക്കും പ്ലംബിംഗ് വർക്കും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഇലക്ട്രിക്കുള്ള സ്വിച്ച് ബോക്സുകൾ മാത്രമാണ് വെക്കാനുള്ളത്. അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 4 മീറ്ററിൻ്റെ റോഡ് ആക്സസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ലൊക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ 48 ലക്ഷം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ വില നമുക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഓണറുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് നെഗോസിയേഷനും കാര്യങ്ങളും ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഫുള്ളായിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വരിക, നേരിൽ വന്ന് പ്രോപ്പർട്ടിയൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റ് ഓണറുടെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുഴുവനായിട്ടും കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. അത് കാണുന്ന ടാർ റോഡാണ്. അതുപോലെ തന്നെ നേരെ കണ്ടോ, അത് ഈ ഭാഗത്ത് വരുന്ന ടാർ റോഡാണ്. ഈ ടാർ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് വിൽക്കാനായിട്ട് വന്നിരിക്കുന്ന വീട് വരുന്നത് കേട്ടോ. അതിനകത്ത് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. കണ്ടോ ഒരുപാട് വീടുകൾ ഓൾറെഡി ഉള്ളൊരു ഭാഗം കൂടിയാണ്. ഇതിനകത്ത് ഏകദേശം കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ ഈ എൻഡ് വരെ നമുക്ക് റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. 4 മീറ്ററിൻ്റെ റോഡ് ആക്സസ് ഉണ്ട്. നല്ല ഫ്രണ്ടേജും കാര്യങ്ങളുണ്ട്. മൊത്തം നമുക്ക് ചെയ്തിരിക്കുന്നത് ഇഷ്ടിയും കൊണ്ടാണ് ഈ വീട് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ്. കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഒരുപാട് ഓഫീസുകളും സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അമ്പലവും പള്ളിയും തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോർഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കിത് കിച്ചണിൽ നിന്ന് എക്സിറ്റ് ഉള്ള ഒരു ആക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സൈഡിൽ വരുന്നത്. ഏകദേശം ഒരു 3 മീറ്റർ 2.5 മീറ്ററോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്പേസ് ഉണ്ട്. അല്ല എന്തെങ്കിലുമൊക്കെ ചെടികളോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4 സൈഡിൽ നമുക്ക് എന്തിൻ്റെ കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. ബാക്കിൽ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് കാര്യങ്ങൾ ആ ഒരു ഗ്യാപ്പ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുന്നുണ്ടോ, ഇതാണ് ബാക്കിൽ സൈഡിലായിട്ട് വരുന്നത്. ഫുള്ള് സൺസൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഗേറ്റൊക്കെ ഞങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന ഗേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നൊരു വ്യൂ ആണ്. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടാണ് ഈ ഒരു ഭാഗത്തൊരു കാറ് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് 2 കാറും കൂടി നിർത്താം. അങ്ങനെ ഒരു 3 കാറ് സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് വരുന്നുണ്ട്. ഇത് ബോർവെല്ല് ഇവിടെ ഉണ്ടോ വരുന്നത്. ബോർവെല്ല് വരുന്നുണ്ട്. അത് നമുക്ക് ഫുൾ പൈപ്പ് കണക്ഷനൊക്കെ ചെയ്ത് ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. മേലെ ചെറിയ സ്ലാബോ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇതാണ് സൈഡ് വരുന്നത് കണ്ടോ. മുഴുവനായിട്ട് വീടിന് ചുറ്റിനും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ചളിയൊന്നും ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അലക്ക് കല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നത് കേട്ടോ. ഔട്ട് സൈഡിൽ പല പണിക്കാരോ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്ത് സൈഡിൽ നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ചുറ്റും വീടുകളുള്ളതാണ്, താമസിക്കുന്ന വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ഞാനിതിൻ്റെ വീടിനകത്തേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിനകത്ത് കയറുകയാണെങ്കിൽ കാർ പാർക്കിങ്ങിനോട് ചേർന്നിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്ത് ചെറിയൊരു സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ നല്ല ജനൽ വാതിലെല്ലാം നല്ല മരത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല മരം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമുക്കൊരു ലിവിങ് ഹാൾ വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 16 അടി നീളത്തിലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 18 അടി വീതിയിലും 18-16 സൈസിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാളാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്ന നേരെ കിച്ചണിലേക്ക് പോകുന്നതാണ്. അപ്സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം സ്പേസാണ്, ഇതൊരു ബെഡ്റൂം സ്പേസാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളിത് കഴിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡൈനിങ്ങും കൂടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വർക്കുകൾ കുറച്ച് ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്കുകളുണ്ട്. അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. മൊത്തം ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ സ്ലാബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈലൊക്കെ വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മൊത്തം പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് തേച്ച് എന്തെങ്കിലും കാട്ടി വൈറ്റ് സിമെൻറ്റോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടല്ല, ഫുള്ള് ഫിനിഷ് ചെയ്ത് പുട്ടി കൊണ്ട് മൊത്തം ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്.
ഒരു ഭാഗത്ത് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇലക്ട്രിക്കൽ വർക്ക് പെൻഡിങ് ഉണ്ട്, അത് അവർ മൊത്തം ചെയ്തു തരും കേട്ടോ. സ്വിച്ച് ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം സ്വിച്ചുകളൊക്കെ നമുക്ക് പോളിക്യാബ് എന്നുള്ള കമ്പനിയുടെ ബ്രാൻഡ് ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഫുള്ള് മുഴുവനായിട്ടും അതാണ്. അതുപോലെ തന്നെ DB ഒക്കെ കണ്ടോ, സ്റ്റാൻഡേർഡ് എന്നുള്ള കമ്പനിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സ്പോട്ട് ലൈറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം സ്പേസ് പോവുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഏകദേശം നമുക്ക് 16 അടി ഇങ്ങനെ ലെങ്ത്തിലും അതുപോലെ തന്നെ 10 അടി വീതിയിലും, അതായത് 16x10 എന്ന സൈസിലാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് പോകുന്നത് കേട്ടോ. ആ ഭാഗത്ത് ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ ഒരു സ്റ്റോറേജ് സ്പേസിനുള്ളൊരു റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് നമുക്ക് അപ്പ് സ്റ്റെയറിന് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആണോ, ഷവറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ അടുത്തൊരു ബെഡ്റൂമാണ്. ഇത് നമുക്കൊരു 11 അടി നീളത്തിലും 10 അടി വീതിയിലുള്ള നോർമൽ ബെഡ്റൂമാണ്. ഓക്കെ, ഇതിലും സെയിം അതുപോലെ തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മേലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ബാത്റൂമിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ്. നമുക്ക് ഇനി ഫാബ്രിക്കേഷൻ്റെ ഒരു ഡോറോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മൊത്തം പുട്ടി വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ സ്വിച്ച് ബോക്സൊക്കെ നമുക്ക് സ്വിച്ചൊക്കെ നമുക്ക് GMൻ്റെ ആണ് കേട്ടോ. GM എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ആണോ. ഇതാണ് നമുക്ക് ടോയ്ലറ്റ് വരുന്നത് സെക്കൻഡ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇനി അപ്സ്റ്റെയർന്ന് കാണിച്ചു തരാം കേട്ടോ. മൊത്തം കണ്ടോ, സ്റ്റീൽ കൊണ്ട് സ്ക്വയർ സ്റ്റീൽ പൈപ്പ് കൊണ്ടാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈലൊക്കെ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഈ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കൊടുത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, ഇത്രയും നമുക്ക് ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് നോക്കിക്കോ കണ്ടോ, നല്ല രീതിയിലുള്ളൊരു ഓപ്പൺ ടെറസ് കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് കണ്ടോ, കണ്ടോ, നല്ല ശാന്തമായിട്ടുള്ള നല്ല ഏരിയ ആണ്. നല്ല കാറ്റൊക്കെ കിട്ടി. സമയം ഉച്ച നേരത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. അത്രയും നല്ല ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. കണ്ടോ, ഇതിനപ്പുറത്തൊക്കെ കാണാം നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. മൊത്തം തെങ്ങ് കാര്യങ്ങളൊക്കെ കാറ്റൊക്കെ ഇട്ടൊരു ഭാഗമാണ് കേട്ടോ. ശരിക്കും കണ്ടോ, ഈ റോഡ് ഇങ്ങനെ വന്ന് ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെ 2 വീടിന് അപ്പുറത്താണ് നിൽക്കുക നമുക്ക് റോഡ് വരുന്നത്, മെയിൻ റോഡ് ആക്സസ് ആയിട്ട് വരുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഓണറെ സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.